ഹലോ നമസ്കാരം, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. സുഖമായിരിക്കട്ടെ. എൻ്റെ പേര് ഉസ്മാൻ കോയ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ആയതിനാൽ വല്ല തെറ്റുകളോ കുറ്റങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കുക, ക്ഷമിക്കുക, സഹകരിക്കുക. ഇത് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വല്ല മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയുമായി നിങ്ങൾക്ക് മുന്നിൽ വരുന്നതിൻ്റെ ഉദ്ദേശം എൻ്റെ ഭാര്യയും മകളുടെ മക്കളും പേരക്കുട്ടികൾ 3 മക്കളാണ്. അവർ 2 ദിവസം മുന്നേ നാട്ടിൽ നിന്ന് സൗദിയിലേക്ക് വിസിറ്റിംഗ് വിസയ്ക്ക് 3 മാസം വിസിറ്റിംഗ് വിസയ്ക്ക് വരുന്നതാണ്. അപ്പോൾ ആ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ആയതിനാൽ എന്തെങ്കിലും അപാകത ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരണം. എനിക്ക് പരിചയമില്ലാത്ത ഒരാളാണ്. ഞങ്ങളിതാ എയർപോർട്ടിൽ എത്തി. എയർപോർട്ടിൽ നിന്ന് ഞങ്ങളിതാ അവരെ കൂട്ടാൻ വേണ്ടി അവർ ഞങ്ങൾക്കായിട്ട് 10 മിനിറ്റ് വന്നു കേട്ടോ. ഞങ്ങളൊരു 10 മിനിറ്റ് ലേറ്റായി. പാർക്കിംഗ് കിട്ടാനും ഒരു ബുദ്ധിമുട്ടായി. ഞാനും എൻ്റെ മരുമകനുണ്ട്. അങ്ങനെ പാർക്കിംഗ് കിട്ടി. അവർ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് ഒരു 10 മിനിറ്റ് മുഷിഞ്ഞ്. കാരണം അവർ നമ്മൾ വരുമ്പോൾ അവർ വേണം എന്നുള്ളൊരു ഉദ്ദേശമായിരുന്നു അവരെ മനസ്സിലുണ്ടായിരുന്നു. ഇതേമാതിരി വീഡിയോ ഒക്കെ എടുക്കാമെന്നുള്ളൊരു ആഗ്രഹത്തിലായിരുന്നു. മകൾക്ക് 3 മക്കളാണ്, ഒരു പെണ്ണും 2 ആണും. മക്കളൊക്കെ വളരെ എനർജിക്കാണ്. അൽഹംദുലില്ലാ, ഒരു ബുദ്ധിമുട്ടില്ല, റാഹത്താണ് ഇതുവരെ. നാളത്തത് ദൈവത്തിൻ്റെ അടുത്താണല്ലോ, റബ്ബിൻ്റെ അടുത്താണ് എല്ലാ കാര്യങ്ങളും. നമ്മളെല്ലാവരെയും റബ്ബ് കാത്ത് രക്ഷിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും റബ്ബിൽ നിന്ന് എല്ലാവർക്കും ഉണ്ടാകട്ടെ. നമ്മൾ പ്രത്യേകം ദുആ ചെയ്യാം, പ്രാർത്ഥിക്കാം. ഇപ്പം ഞങ്ങളിതാ പോവുകയാണ്. പോയിട്ട് ഇപ്പോൾ വണ്ടി പാർക്കിങ്ങിലുണ്ട്. ഞങ്ങൾ ഷർഫയിലാണ് താമസിക്കുന്നത്. അവർ ഫുഡൊക്കെ കൊണ്ടുവന്നിരുന്നു. ഫുഡ്, ബീഫ്, നൈസ് പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ ഞങ്ങളിതാ വീട്ടിലെത്തിയിട്ടില്ല. കുട്ടികളെ വലിയ മോനാണ് അത് കേട്ടോ. വലിയ മോന് ഒരു സൈലൻ്റാണ് ആള്. പക്ഷെ അവന് എല്ലാവരോടും അങ്ങനെ എനർജിക്കാര് സംസാരിക്കില്ല. അവനക്ക് വേണ്ടപ്പെട്ട കുറച്ച് ആളുകളുണ്ട്, അവരോട് മാത്രമേ സംസാരിക്കുള്ളൂ. ഇപ്പം ഞങ്ങളിതാ വീട്ടിലെത്തി. ഭക്ഷണമൊക്കെ ചൂടാക്കി, ബീഫൊക്കെ വരട്ടി, ബീഫൊക്കെ കഴിച്ച് അൽഹംദുലില്ലാ. ഇത്രേ ഉള്ളൂ. ബാക്കി അടുത്ത ഇതിൽ കാണാം ഇൻഷാ അല്ലാഹ്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന നല്ല ബീഫും നല്ല പത്തിരിയും. ഓ